ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिंधो दीनबंधो जगत्पदे गोपेशा गोपिका कांदा राधा कांदा नमोस्तुते। तप्त कांचन गौरांगी श्रीराधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे राम राम हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത നമ്മൾ പഠിച്ചു വരുന്നു. അധ്യായം 3 നമ്മൾ ചർച്ച ചെയ്യുന്നത്. അധ്യായം 3 ശ്ലോകം നമ്പർ 5 മുതലാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൻ്റെ ടൈറ്റിൽ എന്താണ്? കർമ്മയോഗം അല്ലേ? കർമ്മയോഗത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഇനി പഠിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളത് തുടങ്ങി. അർജുനൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞ ചില ഉത്തരങ്ങൾ അർജുനന് കൺഫ്യൂഷനായി തോന്നുന്നു. അപ്പോൾ അർജുനൻ ചോദിക്കുവാണ് ഭഗവാനോട്. അതായത് കഴിഞ്ഞ അധ്യായത്തിൽ അങ്ങ് എന്നോട് പറഞ്ഞു യുദ്ധം ചെയ്യണമെന്ന്, പക്ഷേ അതേപോലെ തന്നെ പറയുകയും ചെയ്തു ബുദ്ധിയോഗമാണ് ചെയ്യേണ്ടത്, കർമ്മമല്ല എന്നുള്ളത്. അപ്പോൾ കർമ്മം ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ് യുദ്ധം. പക്ഷെ അങ്ങ് പറഞ്ഞു ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ ബുദ്ധിയോഗം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിയോഗം അല്ലെങ്കിൽ കൃഷ്ണാവബോധം അല്ലെങ്കിൽ ഭക്തിയോഗം ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കിപ്പോൾ കൺഫ്യൂഷനായി. എന്താണ് ശരിയായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ് എന്നുള്ളത് എനിക്കിപ്പോൾ ആകെ കൺഫ്യൂഷനായിരിക്കുകയാണ്. അതുകൊണ്ട് ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞ് അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനോട്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഭഗവാൻ പറഞ്ഞു തുടങ്ങി കാര്യങ്ങളൊക്കെ. ആദ്യം ഭഗവാൻ പറഞ്ഞു, അതായത് കർമ്മം ചെയ്യാതെ ഓടി രക്ഷപ്പെടുക പറയുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത്. കർമ്മം ചെയ്യാതിരുന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ റിയാക്ഷനിൽ നിന്ന് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ വെറുതെ വിരക്തി നേടുക എന്ന് പറയുന്നതല്ല കാര്യം. അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം വെറുതെ എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യില്ല. അർജുനൻ ക്ഷത്രിയനായതുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുള്ള കടമ അദ്ദേഹം ചെയ്യാതെ കാട്ടിലേക്ക് ഓടിപ്പോവുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കാര്യമില്ല എന്ന് മാത്രമല്ല, അത് പാപമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം 5ാമത്തെ ശ്ലോകത്തിൽ എന്താണ് എന്നുള്ളത്. നഹി കശ്ചിത് ക്ഷണം അപി ജാതു തിഷ്ഠതി അകർമ്മകൃത് കാര്യത്തെ ഹി അവശാ കർമ്മ സർവ പ്രകൃതി ജൈർഗുണൈ. നഹി കശ്ചിത് ക്ഷണം അപി ജാതു തിഷ്ഠതി അകർമ്മകൃത് കാര്യത്തെ ഹി അവശാ കർമ്മ സർവ പ്രകൃതി ജൈർഗുണൈർ. നഹി കശ്ചിത് ക്ഷണം അപി ജാതു തിഷ്ഠതി അകർമ്മകൃത് കാര്യത്തെ ഹി അവശാ കർമ്മ സർവ പ്രകൃതി ജൈർഗുണൈ.
യെസ്, ആരെങ്കിലും വായിച്ചോളൂ. ശ്ലോകം വായിക്കുക. ആർക്കെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ വായിച്ചോളൂ ശ്ലോകങ്ങൾ ഓരോരുത്തരായിട്ട്. യെസ്, അൺമ്യൂട്ട് ചെയ്ത് വായിച്ചോളൂ. हरे कृष्ण प्रभुजी। न हि कस्य क्षणमपि जातु तिष्ठति अकर्मकृत् कार्यते हि अवशा कर्मा सर्वप्रकृतिजैर्गुणैः। താങ്ക് യു. യെസ്, വേറെ ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കൂ. പുസ്തകം ഉണ്ടോ എല്ലാവരും? हरे कृष्ण। न യെസ്. हि कश्चित् क्षणमपि जातु तिष्ठत् अकर्मकृत् कार्यते ह्यवशः कर्म सर्वप्रकृतिजैर्गुणैः। हरे कृष्ण। ഹരേ കൃഷ്ണ. താങ്ക് യു. വേറെ ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കാം. ഓക്കെ ഓക്കെ, ഇല്ലെങ്കിൽ ഹരേ കൃഷ്ണ. യെസ്, മാധുജി വായിച്ചു. ന ഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠ്യത്യ അകർമ്മകൃത് കാര്യതേ ഹ്യവശഃ കർമ്മ സർവ പ്രകൃതിജൈർഗുണൈഃ. താങ്ക് യു. അതിൻ്റെ വിവർത്തനം കൂടെ വായിക്കാൻ പറ്റുമോ? ആ, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കാനാവില്ല. ഭാവാർത്ഥം: ശരീരസ്ഥനെങ്കിലും അല്ലെങ്കിലും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നത് ജീവാത്മാവിന്റെ സ്വഭാവമാണ്. ആത്മാവിന്റെ സാന്നിധ്യം കൂടാതെ ശരീരത്തിന് ഇളകാൻ കഴിയില്ല. സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു നിമിഷം പോലും നിഷ്ക്രിയമാകാൻ വയ്യാത്തതുമാണ് ആത്മാവ്. ആത്മാവിനാൽ പ്രവർത്തിക്കപ്പെടേണ്ടുന്ന ഒരു ജഡവാഹനമാണ് ശരീരം. അതുകൊണ്ട് കൃഷ്ണാവബോധപരമായ സത്കർമ്മത്തിൽ ഏർപ്പെടാത്ത പക്ഷം ആത്മാവ് മായാശക്തിയാൽ പ്രേരിതനായി പ്രവർത്തനങ്ങളിൽ മുഴുകിയേക്കും. ഭൗതിക ശക്തിയുമായുള്ള സമ്പർക്കത്താൽ ആത്മാവ് ത്രിഗുണങ്ങൾ കൈക്കൊള്ളുന്നു. ഇത്തരം പ്രവണതകളിൽ നിന്ന് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ശാസ്ത്രവിധിക്കനുസരിച്ചുള്ള നിർദ്ദിഷ്ട കർമ്മങ്ങൾ നിറവേറ്റുകയാണ് ആവശ്യം. എന്നാൽ കൃഷ്ണാവബോധപരമായ തന്റെ സ്വാഭാവിക പ്രവർത്തനത്തിലാണ് ആത്മാവ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ചെയ്യുന്നത് എന്തു തന്നെയായാലും നന്മയ്ക്കായി ഭവിക്കൂ. ശ്രീമദ് ഭാഗവതം 1:5-17 പറയുന്നു: ത്യക്താ സ്വധർമ്മം ചരണാംബുജം ഹരിർ ഭജന്നപക്കോ ദപതേ തയോയതി യത്ര കവാഭദ്ര ഭൂതമിഷേക്യം ഹേവാർത്ഥ ആബദ്ധോ ഭജതാം സ്വധർമ്മത. കൃഷ്ണാവബോധം സ്വീകരിച്ചവൻ തനിക്ക് ശാസ്ത്രപ്രകാരം നിർവഹിക്കേണ്ട കൃത്യങ്ങൾ ചെയ്യുകയോ ഭക്തിപൂർവമായ സേവനം ഉചിതമായ വിധം അനുഷ്ഠിക്കുകയോ ഉണ്ടായില്ലെന്നിരിക്കട്ടെ, ഉന്നത നിലവാരത്തിൽ നിന്ന് ഏറെ താഴ്ന്നുപോയെന്നു തന്നെ ഇരിക്കട്ടെ, അയാൾക്ക് ഒന്നും നഷ്ടപ്പെടുകയോ ദോഷമുണ്ടാവുകയോ ചെയ്യുകയില്ല. മറിച്ച് കൃഷ്ണാവബോധം ഉദിച്ചിട്ടില്ലാത്ത ഒരാൾ ശാസ്ത്രവിധി അനുസരിച്ച് എല്ലാ ശുദ്ധീകരണ പ്രക്രിയകളും നിറവേറ്റിയാൽ തന്നെ എന്തുണ്ട് ഫലം? അപ്പോൾ കൃഷ്ണാവബോധത്തിൽ ഈ നിലയിലെത്തുന്നതിന് ശുദ്ധീകരണ പ്രക്രിയകൾ ആവശ്യമാണ്. സന്യാസം ഉൾപ്പെടെയുള്ള ശുദ്ധീകരണ ചടങ്ങുകളെല്ലാം കൃഷ്ണാവബോധമാകുന്ന അന്തിമ ലക്ഷ്യം പോകുവാൻ സഹായിക്കുന്നതേയുള്ളൂ. കൃഷ്ണാവബോധമില്ലാത്ത പക്ഷം ഏതൊന്നും പരാജയം തന്നെ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാധുജി. ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, എല്ലാവരും ഹെൽപ്ലെസ്ലി, അതായത് ചെയ്യണമെന്നോ ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ ചെയ്യേണ്ടി വരുന്നു, അല്ലേ? പല കാര്യങ്ങളും അതാണ് പറയുന്നത്. ത്രിഗുണങ്ങൾ ഇവിടെ പറയുന്നു. ഗുണങ്ങളുടെ അടിസ്ഥാനം അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എപ്പോഴും, അല്ലേ? എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു ക്വാളിറ്റികൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം ഗുണങ്ങൾ, ത്രിഗുണങ്ങളെ അനുസരിച്ചിട്ടാണ്, അല്ലേ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ മൂന്നാണ് നമുക്കുള്ള ഈ ഭൗതിക ലോകത്തിലെ ത്രിഗുണങ്ങളെന്ന് നമ്മൾ ഓൾറെഡി പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് സത്വഗുണം, എന്താണ് രജോ ഗുണം, തമോ ഗുണം എന്നുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗുണങ്ങളുടെ പല കോമ്പിനേഷൻസിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ചില സമയത്ത് സത്വഗുണമായിരിക്കും, ചില സമയത്ത് രജോ ഗുണമായിരിക്കും, ചില സമയത്ത് സത്വവും രജവും കൂടെ കലർന്നിട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ശ്ലോകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പല എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിരുന്നു. സത്വഗുണം കാലത്ത് എഴുന്നേൽക്കുന്നതും തമോ ഗുണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേരം വൈകി രാത്രി മുഴുവനും ഉറങ്ങാതെ കാലത്ത് ലേറ്റായിട്ട് എണീക്കുന്നതൊക്കെ, ഉച്ചയ്ക്ക് എണീക്കുന്നതൊക്കെ, അതൊക്കെ തമോ ഗുണത്തിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ
മത്സ്യമാംസം കഴിക്കുന്നതൊക്കെ തമോ ഗുണമാണ്. അപ്പം അങ്ങനെ പല കാര്യങ്ങളും അതിൽ വരുന്നു. സോ ഈ ഗുണങ്ങളുടെ പ്രഭാവം അനുസരിച്ചിട്ട് സമയത്തിനും ഈ ഗുണങ്ങളുടെ പ്രഭാവമുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അതായത് ഓരോ സമയം പോലും ഡിവൈഡ് ചെയ്തിട്ടുള്ള ഈ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കാലത്ത് സമയം 7 മണി വരെ, ബ്രഹ്മമുഹൂർത്തം മുതൽ 7 മണി വരെ സത്വഗുണമാണ്. 8 മണിക്ക് ശേഷം പിന്നീട് രജോ ഗുണം ആരംഭിക്കുന്നു. പിന്നെ വൈകുന്നേരം വരെ രജോ ഗുണമാണ്. ആ സമയത്താണ് നമ്മൾ ജോലിക്ക് പോകുന്നതും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. കുട്ടികൾ സ്കൂളിൽ പോകുന്നു, ജോലിക്ക് പോകുന്നു, പല കാര്യങ്ങൾ രജോ ഗുണമാണ് ആ സമയത്ത്. രാത്രിയിൽ തമോ ഗുണവും. അപ്പോൾ ഇത് സമയത്തിന് പോലും ഉണ്ട്. പിന്നെ എന്തിനു പറയണം, നമ്മുടെ സ്വഭാവത്തിനും അതുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഗുണങ്ങളുടെ ഒരു കോമ്പിനേഷൻസ് ആണ് മൊത്തം ഉള്ളത് ഈ ഭൗതിക ലോകത്തിൽ. സോ നമ്മൾ ഈ ഗുണങ്ങളുടെ ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ ഗുണങ്ങളുടെ പ്രഭാവം കൊണ്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി, നമ്മൾ ഹെൽപ്ലെസ്ലി നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും ഒരുപക്ഷെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നു. അല്ലേ? തോന്നിയിട്ടുണ്ടോ? അത് എന്തുകൊണ്ടാണ്? ഈ ഗുണങ്ങളുടെ പ്രഭാവമാണ്. അപ്പോൾ അതാണ് പറയുന്നത്. നമുക്ക് ആർക്കും ഇവിടെ ശിലപ്രഭാജി അത് വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ആർക്കും ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന സംഭവമില്ല. നമ്മൾ വെറുതെ ഇരുന്നാലും കണ്ണടച്ച് നമ്മൾ മിണ്ടാവണ്ട, ആരോടും മിണ്ടില്ല എന്ന് പറഞ്ഞിരുന്നാലും നമ്മുടെ മനസ്സ് എന്തെങ്കിലും ചിന്തിക്കും. അല്ലേ? അപ്പോൾ നമ്മൾ ഇനാക്റ്റീവായിട്ടിരിക്കുന്നൊരു സമയമില്ല നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ അതാണ് നമുക്ക് ഒന്നിൽ നിന്നും അങ്ങനെ, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാതിരിക്കുക, ഒന്നും ചെയ്യാതെ നമുക്ക് എല്ലാത്തിൽ നിന്നും വിരക്തി നേടുമെന്ന് പറയുന്നത് അസംഭവ്യമാണ് ആക്ച്വലി. ബിക്കോസ് ഈ ആത്മാവിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മാവിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രകൃതി. ആത്മാവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആക്റ്റീവാണ് എപ്പോഴും, അത് ഡെഡല്ല. ശരീരം മാത്രം എടുക്കുകയാണെങ്കിൽ അത് ഡെഡാണ്. അതാണ് ഇവിടെ പറയുന്നത്. ശരീരം എങ്ങനെ ആക്റ്റീവായിട്ടിരിക്കും? നമ്മുടെ ശരീരം എന്തുകൊണ്ട് ആക്റ്റീവാണ്? ബിക്കോസ് അതിൽ ആത്മാവ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഈ ആത്മാവ് വിട്ടുപോകുമ്പോൾ ശരീരം ജഡമായിട്ട് അവിടെ കിടക്കുന്നത്. ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ ആ ജഡത്തെ? എത്രയോ ഇഷ്ടമുള്ള സ്നേഹമുള്ള ആളുകൾ നമ്മൾ പറയും, എൻ്റെ ചക്കരയാണ്, അടയാണ്, ചക്കരയാണ്, പഞ്ചസാരയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, തേനാണ് എന്നൊക്കെ പറയും. ജീവിച്ചിരിക്കുമ്പോൾ മരിച്ച് കിടക്കുവാണെങ്കിൽ ആർക്കാണ് ആ വ്യക്തിയെ പിന്നെ ഇഷ്ടം ഉണ്ടാവുക? അവരുടെ കൂടെ പോകുന്നുണ്ടോ? ഇല്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ ആ ജഡ ശരീരത്തിൽ നിന്ന് കൃമികളും എന്താ പറയുക, പല വാസനകളും വരും. ആരാണ് അവിടെ കൂടെ ഇരിക്കാൻ പോകുന്നത്? ആരും ഇരിക്കുന്നില്ല, അല്ലേ? അപ്പോൾ ഈ ജഡവസ്തുവാണ് നമ്മൾ മേക്കപ്പ് ചെയ്ത് നടക്കുന്നത്, അല്ലെങ്കിൽ ജഡവസ്തുവിൻ്റെ പുറകിലാണ് നമ്മളെല്ലാവരും ഓടുന്നത്. പക്ഷേ മനസ്സിലാക്കണം, ആത്മാവ് എന്ന് പറയുന്നത് ആത്മാവിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. സോ ആത്മാവിൻ്റെ നേച്ചറാണ്, പ്രകൃതിയാണ് ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ നിർഭാഗ്യവശാൽ ഭൗതിക ലോകത്തിൽ നമ്മൾ വന്നതുകൊണ്ട് ത്രിഗുണങ്ങളുടെ അധീനതയിൽ നമ്മൾ ഇരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. എന്താണ്? ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് ആത്മാവ് എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് കൃഷ്ണാവബോധം. ആ കൃഷ്ണാവബോധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ത്രിഗുണങ്ങളുടെ പ്രഭാവത്തിൽ നിന്ന് നമുക്ക് പതിയെ മുക്തി കിട്ടുന്നു. അതാണ്. അപ്പോൾ കൃഷ്ണാവബോധം ഇല്ലാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. എന്നാൽ കൃഷ്ണാവബോധം കൃഷ്ണാവബോധം ഫോളോ ചെയ്യുന്നൊരു, അല്ലെങ്കിൽ കൃഷ്ണാവബോധം ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് എങ്ങനെയാണെങ്കിലും അത് ഗുണകരമായിരിക്കും. അതാണ് ഈ ശ്ലോകം പറയുന്നത് ഭാഗവതത്തിലെ ത്യക്ത്വാ സ്വധർമ്മം ചരണാംബുജം ഹരേർ ഭജന്ന പക്വോ ന പതേ തതോ യതി യത്ര കോ വാ ഭദ്രമഭൂതമൂഷ്യ കിം കോ വാർത്ത ആപ്തോ ഭജതാം സ്വധർമ്മതഃ. ഇവിടെ പറയുന്നത് എന്താണ്? ധർമ്മം, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് ശാസ്ത്രങ്ങളിൽ അനുശാസിച്ചിട്ടുള്ള പോലുള്ള കാര്യങ്ങൾ, അതായത് ഭക്തിയുത സേവനങ്ങളാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്.
അതേ നമ്മൾ പഠിക്കുന്ന ഭക്തിശാസ്ത്രം, ഭാഗവതം, ഭഗവത്ഗീത, ചൈതന്യ ചരിതാമൃതം, ഇതെല്ലാം ഭക്തിശാസ്ത്രമാണ്. ഇവിടെ ധർമ്മ അർത്ഥ കാമമോക്ഷത്തെക്കുറിച്ചല്ല പറയുന്നത്, ഇവിടെ ഭക്തിയെക്കുറിച്ചാണ്, ഭക്തിയുത സേവനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള, പ്രതിപാദിച്ചിട്ടുള്ള ഭക്തിയുത സേവനങ്ങൾ ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ആ വ്യക്തിക്ക് അത് പൂർണ്ണമാക്കാൻ സാധിച്ചില്ല, എന്തെങ്കിലും കാരണവശാൽ ആ പാതയിൽ നിന്നൊന്ന് മാറിപ്പോവുകയാണെങ്കിൽ അവർക്ക് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർ ആ പാതയിലേക്ക് തിരിച്ചു വരുന്നു. എന്നാൽ ഭൗതികമായിട്ട് ഏറ്റവും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായിട്ടുള്ളൊരു വ്യക്തി, പക്ഷേ അദ്ദേഹത്തിന് ഭക്തി ഇല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് വെറും വേസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ലാത്ത കാര്യമാണ്. അതാണ് പറയുന്നത്, ഒരു പ്രയോജനവുമില്ല. കൃഷ്ണാവബോധമല്ലാതെ, ഭക്തിയില്ലാതെ പ്രയോജനമില്ല. നമ്മുടെ മനുഷ്യജന്മത്തിന് അർത്ഥമില്ല. മനുഷ്യജന്മം അർത്ഥവത്താവുന്നത് നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോഴാണ്. കാര്യം മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തിരിച്ചറിയുക ആരാണ് എന്നുള്ളത്. നമ്മൾ ശരീരമല്ല ആത്മാവാണ് എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. അപ്പോൾ ആ ആത്മാവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ ശരീരം കൊണ്ട് പ്രയോജനമില്ല. കാര്യം ശരീരം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതാണ്. അല്ലാതെ ഇവിടെ നമ്മൾ കുറേ കാലം എൻജോയ് ചെയ്ത് ഇവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടല്ല. ഈ ശരീരം, മനുഷ്യജന്മം നമുക്ക് തന്നിട്ടുള്ളത് ഒരുപാട് ജന്മജന്മാന്തരങ്ങൾക്ക് ശേഷം കിട്ടിയിട്ടുള്ളതാണ്. ഇതുകൊണ്ട് ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, ഭഗവാൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മനുഷ്യജന്മം കൊണ്ടെങ്കിലും, കുറേ ചാൻസ് കൊടുത്തു കഴിഞ്ഞു, വീണ്ടും ഒരു ചാൻസ് കൊടുത്തിരിക്കുകയാണ്, നമുക്കൊക്കെ ചാൻസ് തന്നിരിക്കുകയാണ്. ഈ ഒരു ജന്മത്തിലെങ്കിലും നമ്മൾ ഇതൊന്ന് കാര്യമായിട്ട് എടുത്ത് എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്ന് ഭഗവാൻ പറയുവാണ്. ഇവിടെ ഇരിക്കേണ്ട ആളുകളല്ല നമ്മൾ. ഈ ഒരു ഭൗതിക ലോകത്തിലെ ത്രിഗുണങ്ങളുടെ ഇടയിൽ, അതേപോലെ ജന്മമൃത്യു ജരാവ്യാധി, ആദി ഭൗതിക, ആദി ആത്മിക, ആദി ദൈവിക ക്ലേശങ്ങളിൽ ഇരിക്കേണ്ട ആളുകളല്ല നമ്മൾ. നമ്മൾ എപ്പോഴും പരമാനന്ദത്തിൽ ഇരിക്കേണ്ട ആളുകളാണ്. അതാണ് നമ്മുടെ ആത്മാവിൻ്റെ നേച്ചർ, പ്രകൃതി. പക്ഷെ ഇവിടെ വന്നപ്പോൾ പ്രശ്നം എന്താണ്? ത്രിഗുണങ്ങളുടെ ഒരു പ്രഭാവത്തിൽപ്പെട്ട് നമ്മൾ വഴി മാറി, ശരിയായിട്ടുള്ള ദിശ മറന്നു, ശരിയായിട്ടുള്ള കാര്യം എന്താണെന്ന് മറന്ന് നടക്കുവാണ്. അപ്പോൾ അത് തിരിച്ച് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് കൃഷ്ണാവബോധത്തിലൂടെ. കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, ഭഗവത്ഗീത, ഭാഗവതം പഠിച്ചുകൊണ്ട്, സത്സംഗങ്ങളിൽ കൂടി നമ്മൾ ഭഗവാനെക്കുറിച്ച് ഗ്ലോറിഫൈ ചെയ്ത് ഇതെല്ലാം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു തിരിച്ചറിവിനെ തിരിച്ചു പിടിക്കാൻ നോക്കുവാണ് നമ്മൾ. അപ്പോഴാണ് നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കുന്നതും പിന്നെ മുന്നോട്ട് നമ്മൾ ആത്മാർത്ഥപരമായിട്ട് പോകാൻ അങ്ങനെയാണെങ്കിൽ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ചുറ്റും നടക്കുന്ന പോലെ. അപ്പം നമ്മൾ ഒന്നിലും ബോധേഡാവേണ്ട ആവശ്യമില്ല. പോയിൻ്റ് അതാണ്, ഒന്നിലും ബോധേഡാവേണ്ട ആവശ്യമില്ല. ലോകത്തിലെ പല ആളുകളും പലതും ചെയ്യുന്നുണ്ടാവും, ചുറ്റുമുള്ള ആളുകൾ പലതും ചെയ്യുന്നുണ്ടാവും. ലോകം ഓടുന്നതിൻ്റെ പുറകിൽ ഓടാൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓടേണ്ടത് എന്തിൻ്റെ പുറകിലാണ്? ഭഗവാന്റെ പുറകിൽ. ഭഗവാന്റെ പുറകിൽ വെറുതെ ഓടാൻ പറ്റില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു തരുന്നു എങ്ങനെയാണോ എൻ്റെ പിന്നാലെ വരേണ്ടതെന്ന്. അപ്പോൾ അതിന് അദ്ദേഹം ഗുരുവിനെ വിടുന്നു. അപ്പോൾ ഗുരു വന്നിട്ട് എന്താണ് പറയുന്നത്? ഗുരു പറയുന്നത്, ശരി ഞാനുണ്ട്, പക്ഷേ ഞാൻ റെഫർ ചെയ്യുന്നത് ഇവിടെയാണ് ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ വാചകങ്ങളാണ്. അപ്പോൾ ഗുരുവും സാധുവും ശാസ്ത്രവും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ പാതയിലേക്ക്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇല്ലെങ്കിൽ ഇത് മാറ്റിയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബാക്കി ലോകത്ത് എന്തൊക്കെ സംഭവിച്ചോട്ടെ, അതിലൊന്നും നമ്മൾ കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രയോറിറ്റി മറന്നു പോകരുത്. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നമുക്കുണ്ട്, തീർച്ചയായിട്ടും ജീവിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വേണം. ഇതൊക്കെ ഭഗവാന്റെ സേവനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. അത് ഭഗവത് സേവനമാണ് എന്നുള്ള ധാരണയിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോബ്ലം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ബോണ്ടേജിൽ നമ്മൾ പെടുന്നില്ല. നേരെ മറിച്ച് അതിൽ നമ്മൾ നമ്മുടെ സ്വാർത്ഥത അല്ലെങ്കിൽ ശാരീരിക ബോധത്തിൽ ഉള്ളൊരു കാര്യമാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് റിയാക്ഷൻ, അപ്പോഴാണ് വെള്ളം കഴിഞ്ഞു, അപ്പോഴാണ് നമുക്ക് ബോണ്ടേജ് വരുന്നത്. എന്നാൽ ഭഗവാനെ സമർപ്പിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഭഗവത് സേവനമായി മാറുന്നു. അപ്പോൾ അതാണ്
ലോകം ഓടുന്ന പോലെയല്ല നമ്മൾ ഓടേണ്ടത്. ശാസ്ത്രങ്ങളും ഗുരുവും ഭഗവാനും എന്ത് പറയുന്നു അതനുസരിച്ച് ഓടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ. സിമ്പിൾ ഫോർമുലയാണ് നമുക്കുള്ളത്. വെരി വെരി സിമ്പിൾ ഫോർമുല. എന്താണ്? ഭഗവാന്റെ പുറകിൽ ഓടണം, ഭഗവാന്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ ലോകത്തിൽ എന്ത് വേണമെങ്കിൽ നടന്നോട്ടെ ചുറ്റും, അതൊന്നും നമ്മളെ ബാധിക്കരുത്. ഭഗവാൻ എന്ത് പറഞ്ഞിട്ടുണ്ടോ, ശാസ്ത്രങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ ഗുരു എന്ത് പറയുന്നുണ്ടോ, ദീക്ഷാഗുരു ശിക്ഷാഗുരു എന്ത് പറയുന്നുണ്ടോ, അതാണ് എൻ്റെ ജീവിതം. അവർ പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക, നമ്മൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അടുത്ത ശ്ലോകം. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരാ സ ഉച്യത്തെ. യെസ്, വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരാ സ ഉച്യത്തെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. വായിക്കൂ. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യത്തെ. ഹരേ കൃഷ്ണ പ്രഭു. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരാ സ ഉച്യത്തെ. വെരി ഗുഡ്. യെസ്, ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. കർമ്മേന്ദ്രിയാണി സംയമ്യ യ അസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യത്തെ. വെരി ഗുഡ്. അടുത്തത് ഹരേ വേറെ. കൃഷ്ണ. ഹരേ കൃഷ്ണ. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരാ സ ഉച്യത്തെ. താങ്ക് യു. അമ്മ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. വേറെ ആരെങ്കിലും വായിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. മാധുജി വായിക്കൂ. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ. മാതാജി എന്നെ തുടർന്നോളൂ. ഭാവാർത്ഥം വിവർത്തനം ഭാവാർത്ഥം വായിക്കും. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ സ്വയം ഭ്രമിപ്പിക്കുകയാണ്. കപടനാട്യക്കാരൻ എന്നാണ് അയാളെ പറയേണ്ടത്. ഭാവാർത്ഥം: കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുവാൻ കൂട്ടാക്കാത്ത ചില കപടനാട്യക്കാരുണ്ട്. അവർ ധ്യാനം അഭിനയിച്ചുകൊണ്ട് മനസ്സ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകുന്നു. അഭ്യസ്തവിദ്യരായ അനുയായികളെ ഭോഷ്കു പറഞ്ഞ് കബളിപ്പിക്കാനായി ഇവർ ശുഷ്കമായ തത്വജ്ഞാനം പറഞ്ഞു നടക്കും. ഇത്തരക്കാർ അറുവഞ്ചകരാണെന്ന് ഈ പദ്യം ഘോഷിക്കുന്നു. സാമൂഹ്യ മര്യാദ അനുസരിച്ച് ആർക്കും ഇന്ദ്രിയ സുഖാനുഭവം ആവാം. തന്റെ സ്ഥിതിക്കനുസരിച്ചുള്ള നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ക്രമേണ ജീവിതശുദ്ധി നേടുകയും ചെയ്യും. എന്നാൽ യോഗിയെന്ന് നടിക്കുകയും വാസ്തവത്തിൽ വിഷയസുഖങ്ങളെ അന്വേഷിക്കുകയും ചെയ്യുന്നത് കടുത്ത വഞ്ചനയാണ്. ചിലപ്പോൾ തത്വജ്ഞാനത്തെപ്പറ്റി പ്രസംഗിക്കുന്നത് കൊണ്ട് മാത്രം അയാൾ യോഗിയാണെന്ന് കരുതിക്കൂടാ. അയാളുടെ അറിവുകൊണ്ടും ഫലമില്ല. കാരണം അത്രയും പാപിയായ ഒരാളുടെ അറിവിന്റെ ഫലങ്ങൾ ഭഗവാന്റെ മായാശക്തിയാൽ നഷ്ടപ്പെട്ടു പോകുന്നു. അത്തരമൊരു വഞ്ചകന്റെ മനസ്സ് എപ്പോഴും മലിനമാകയാൽ അയാളുടെ ധ്യാന യോഗാഭിനയങ്ങൾക്കും വിലയില്ല തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി മ്യൂട്ടാണ്. താങ്ക് യു. സോറി. ഓക്കെ. ഭഗവാൻ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് എന്താണ് പറയുന്നത്? ചിലവർ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു എന്ന് പുറമേ കാണിക്കുന്നു. ഓ, ഞാൻ വലിയ യോഗിയാണ്, ഞാൻ വലിയ ഭക്തനാണ്, ഇന്ദ്രിയ തൃപ്തിയുടെ പുറകിൽ ഞാൻ ഓടാത്ത വ്യക്തിയാണ്. അപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ എല്ലാം ഓക്കെയാണ്. പക്ഷെ എന്താണ് മനസ്സിൽ ആഗ്രഹം? ഇന്ദ്രിയ വസ്തുക്കളോടുള്ള ആ ഒരു ആകർഷണം മാറിയിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. അപ്പം അങ്ങനെ, അപ്പം അതായത്
എന്താണ് നമ്മുടെ ഭാഷയിൽ പറയുന്ന പോലെ പുറമേക്ക് കാണിക്കുക, ഉള്ളിൽ വേറെ പുറമേ വേറെ. അങ്ങനെയുള്ളവർ മിഥ്യാചാര ഭഗവാൻ പറയുന്നു. അങ്ങനെയുള്ളവർ പറ്റിക്കുകയാണ് ചെയ്യുന്നത്, ശരിക്കും പറയുകയാണെങ്കിൽ ചതിക്കുകയാണ് ചെയ്യുന്നത്. മിഥ്യാചാരരാണെന്ന് പറയുന്നു. അപ്പോൾ അതാണ് കൃഷ്ണാവബോധം. ഭക്തി എന്ന് പറയുന്നത് ഷോ അല്ല, നമ്മൾ ഷോ കാണിക്കേണ്ട ആവശ്യമില്ല. അതിൽ ഉള്ളിൽ മനസ്സിൽ എത്രമാത്രം നമുക്ക് പരിവർത്തനം വന്നിട്ടുണ്ട്, അതിലാണ് കാര്യം ഇരിക്കുന്നത്. ഷോയിൽ കാര്യമൊന്നുമില്ല. ഓക്കെ, ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അർത്ഥം വേണ്ട രീതിയിലുള്ള വൈഷ്ണവ വസ്ത്രധാരണ വേണ്ടാന്നോ, വൈഷ്ണവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ വൈഷ്ണവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ വളരെ സെൻസിറ്റീവായിട്ട് സംസാരിക്കണം എന്നുള്ളതോ എന്നല്ല. അതെല്ലാം വൈഷ്ണവ എറ്റിക്കേറ്റ്സ് അല്ലെങ്കിൽ വൈഷ്ണവ സദാചാരത്തിൻ്റെ ഭാഗമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. സദാചാരം ഈസ് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മനസ്സിലുള്ള കാര്യം. അപ്പം അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ പുറമേ പ്രസൻറ്റ് ചെയ്യുന്നത് തന്നെ ആവാൻ ശ്രമിക്കണം ഉള്ളിലും. ഓക്കെ, അത് കുറച്ച് സമയമെടുക്കും. ഇനീഷ്യലി നമ്മൾ പുറമേ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഓഹോ എന്ന് പറയും. പക്ഷേ നല്ല അപ്രീസിയേഷൻ കിട്ടും, നല്ല കയ്യടി കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ പലവരും നമ്മളെ പുകഴ്ത്തുമായിരിക്കും. പക്ഷെ നമ്മൾക്ക് അത് ഒരു അഹങ്കാരമായിട്ട് വന്ന് അതൊരു വിഷമായി മാറുവാണെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിന് എന്തിനോടെങ്കിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇപ്പോഴും ഉണ്ടെങ്കിൽ, എന്നാൽ പുറമേക്ക് നമ്മൾ അതില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മിഥ്യാചാരം ആണെന്ന് പറയുന്നു. അപ്പോൾ നമ്മളെല്ലാവരെയും പഠിപ്പിക്കുന്നു, ഭഗവാൻ പറയുന്നു, അതായത് ഷോ മാത്രമല്ല, മനസ്സിലും ഉള്ളിലും അത് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇന്നത്തെ കാലത്ത് പല ആളുകളും പറ്റിക്കപ്പെടുന്നുണ്ട്. ഈ ലോകത്ത് പല ടൈപ്പ് ഓഫ് യോഗികളെ കണ്ടിട്ടുണ്ടാവും, അല്ലേ? അതിൽ എല്ലാവരും ഓത്തൻറ്റിക് ആണെന്ന് ഉറപ്പില്ല നമുക്ക്. ചിലവർ വളരെ ഓത്തൻറ്റിക് ആയിട്ടുള്ള സമ്പ്രദായത്തിൽ വരുന്ന ആചാര്യന്മാരും ഗുരുജനങ്ങളും ഉണ്ട് നമുക്ക്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഈ മിഥ്യാചാരം ചെയ്യുന്നവരും ഉണ്ട്. അങ്ങനെയുള്ളവർ പലപ്പോഴും അങ്ങനെയുള്ളവരുടെ ആ ഒരു കൂട്ടുകെട്ടിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാവം കൊണ്ട് പലവരും ആകർഷിതനാവും. അങ്ങനെ അതിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് മനസ്സിലാവുന്നത്, നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. പിന്നീട് വല്ല കോൺട്രവേഴ്സിയിൽ പെടുമ്പോഴാണ് ചിന്തിക്കുന്നത്, ഓഹോ ഇതൊക്കെ തെറ്റായിരുന്നല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യവും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കലിയുഗത്തിൽ പല രീതിയിലും നമുക്കിതൊക്കെ കാണാൻ പറ്റും. പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഓർക്കുവാണ്, ശ്രീമദ് ഭാഗവതത്തിൽ 4-ാമത്തെ സ്കന്ധത്തിൽ പൃഥു മഹാരാജ് എന്ന് പറയുന്ന ഒരു വരിഷ്ഠനായിട്ടുള്ള ഭക്തനെക്കുറിച്ച് ഉള്ള ഒരു ലീലയുണ്ട്, കഥയുണ്ട്. പൃഥു മഹാരാജ് ഭഗവാന്റെ തന്നെ ശക്തിയാവേശ അവതാരമാണ്. അദ്ദേഹം ഒരു രാജാവായിരുന്നു. പക്ഷേ ഭഗവാന്റെ ശക്തി ഉള്ള അല്ലെങ്കിൽ ശക്തി ആവേശ അവതാരം എന്ന് വിളിക്കാവുന്ന ഒരു അവതാരമാണ് പൃഥു മഹാരാജ്. ആ പൃഥു മഹാരാജ് ഭരിക്കുന്ന സമയത്ത് ഒരുപാട് മനോഹരമായിട്ടുള്ള ലീലകളും മുഹൂർത്തങ്ങളും ഉണ്ട് ഭാഗവതത്തിൽ. അതിൽ ഒരു സമയത്ത് അതായത് അദ്ദേഹത്തിൻ്റെ ലീലയുടെ ഭാഗത്ത് അദ്ദേഹം അശ്വമേധ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അശ്വമേധ യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു യജ്ഞമേ അല്ലാതെ. കാര്യം അത് കുതിരയെ കുരുതിക്ക് കൊടുത്ത് കുതിരയ്ക്ക് മനുഷ്യജന്മം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതൊരു യജ്ഞം കൂടിയാണ്. പക്ഷേ കുതിരയ്ക്ക് മനുഷ്യജന്മമാണ് കിട്ടുന്നത്. ഇപ്പോഴത്തെ പോലെ ഉള്ള കുരുതികളല്ല. അപ്പോൾ ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, യോഗ്യതയുള്ള ബ്രാഹ്മണരുടെ ഒരു അണ്ടറിൽ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ അതിന് എഫക്റ്റ് ഉണ്ടായിരുന്നു പണ്ടത്തെ യുഗങ്ങളിൽ. ഈ കലിയുഗത്തിലല്ല, മറ്റുള്ള യുഗങ്ങളിൽ ഇതിന് എഫക്റ്റ് ഉണ്ട്. എന്നാൽ കലിയുഗത്തിൽ അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ബ്രാഹ്മണരില്ല, അതിൻ്റെ സാമഗ്രികളും നമുക്ക് നല്ല പ്യൂരിറ്റികൾ അതില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള യജ്ഞങ്ങളെല്ലാം നിഷിദ്ധമാണ്. കലിയുഗത്തിൽ ഇത് വർജിച്ചിരിക്കുകയാണ്, ചെയ്യരുത്. ഇതൊക്കെ 100% നിഷിദ്ധമാണ്. കാര്യം ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിന് പാപമാണ് നമുക്ക് ഉണ്ടാവുന്നത്. കാര്യം അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കില്ല, അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല ഇപ്പോൾ. എന്നാൽ അന്നത്തെ കാലത്ത് പ്രോപ്പറായിട്ട് ചെയ്ത് അതിന് പാപമൊന്നുമില്ല. അത് ആക്ച്വലി യജ്ഞം ചെയ്യുന്ന വ്യക്തിക്ക് എലിവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അതായത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള യജ്ഞങ്ങളൊക്കെ
രാജാക്കന്മാരൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അതായത് കൂടുതൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും, അതിൽ ഭഗവാന്റെ പ്രീതിയുണ്ട്, തീർച്ചയായിട്ടും ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ രാജാക്കന്മാരൊക്കെ അത് ചെയ്യുന്നത് ആ ഒരു കൂടുതൽ ശക്തി കിട്ടാനും, കാര്യം അവർക്കത് ആവശ്യമായിരുന്നു ലോകം ഭരിക്കേണ്ട ഒരു അവസ്ഥയിൽ, അല്ലേ? അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തും, വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്, അതേ കൂട്ടത്തിൽ ദേവന്മാരും ഒക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ള അങ്ങനെ ചേരുന്ന അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്ന ഒരു തരത്തിലുള്ള യജ്ഞങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ യജ്ഞങ്ങളൊക്കെ ഒത്തൻറ്റിക് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നോ പ്രോബ്ലം. പക്ഷേ അത് കലിയുഗത്തിൽ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു യജ്ഞമാണ് അശ്വമേധ യജ്ഞം. അശ്വമേധ യജ്ഞത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 100 അശ്വമേധ യജ്ഞം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, അതായത് ഓരോ യജ്ഞവും വളരെ പ്രിസൈസായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യണം. ഒരു യജ്ഞം കഴിയുമ്പോൾ, ഒരു അശ്വമേധ യജ്ഞം ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ യജ്ഞത്തിൻ്റെ ആ ഒരു ഓഫറിങ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദേവന്മാരും വരണം, ഭഗവാൻ വിഷ്ണുവും വരണം. എന്നാലേ ആ യജ്ഞം സക്സസ് ആവുള്ളൂ. മനസ്സിലായില്ലേ? എല്ലാവരും പ്രീതിപ്പെടണം. ഭഗവാൻ വിഷ്ണു വരുന്നു യജ്ഞപുരുഷനായിട്ട്, അതിനു മുമ്പ് എല്ലാ ദേവന്മാരും ആ യജ്ഞത്തിൻ്റെ പങ്ക് ഏറ്റുവാങ്ങുന്നു. ഇതാണ് ഈ യജ്ഞം സക്സസ് ആവുന്നതിൻ്റെ ഒരു യജ്ഞം സക്സസ് ആയി എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അശ്വമേധ യജ്ഞത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ 100 അശ്വമേധ യജ്ഞം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ദ്രദേവനേക്കാൾ, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരിലെ രാജാവാണ്, ഇന്ദ്രദേവനേക്കാൾ കൂടുതൽ ശക്തി കിട്ടും. അല്ലെങ്കിൽ ഇന്ദ്രദേവൻ്റെ സ്ഥാനം പോലും നഷ്ടപ്പെടും. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഇന്ദ്രദേവൻ 100 അശ്വമേധ യജ്ഞം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥാനമുണ്ട്. അപ്പോൾ ആരെങ്കിലും 100 ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടും. അദ്ദേഹത്തെക്കാൾ ഇന്ദ്രദേവനേക്കാൾ കൂടുതൽ ശക്തിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പം ഒന്ന് ആലോചിക്കും, ദേവന്മാരുടെ രാജാവെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, വലിയൊരു സ്ഥാനമാണ്, അല്ലേ? അപ്പോൾ അത്രമാത്രം ശക്തിയാണ്. അപ്പോൾ പൃഥു മഹാരാജാവിനോട് പൃഥു മഹാരാജനോട് ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മാവും മറ്റുള്ള ദേവന്മാരും തന്നെയാണ് പറയുന്നത് അശ്വമേധ യജ്ഞം ചെയ്യുവാൻ വേണ്ടിയിട്ട്. കാര്യം ആ സമയത്ത് അതായത് അദ്ദേഹം ഭരിച്ചിരിക്കുന്ന സമയത്ത് ഭൂമിദേവിയെ പ്രീതിപ്പെടുത്താനും ലോകത്തിൽ സമാധാനം കിട്ടുവാനും, കാര്യം ഈ യജ്ഞത്തിന് ഒരുപാട് റിസൾട്ട് ഉണ്ട്, ഒരുപാട് എഫക്റ്റ് ഉണ്ട്. അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഭൂമിദേവിയെ പ്രീതിപ്പെടുത്താൻ. എല്ലാ ദേവന്മാരും ദേവതമാരും ഭഗവാനും ഒക്കെ പ്രീതിപ്പെടുന്നു. അങ്ങനെയുള്ളൊരു യജ്ഞമുണ്ട്. സാധാരണ കുരുതി മാത്രം അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ അല്ല അത്. ആക്ച്വലി ഒരുപാട് ശാസ്ത്രത്തിൽ പറയുന്ന മന്ത്രങ്ങളൊക്കെ, വേദങ്ങളിൽ പറയുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടുള്ള പ്രോപ്പറായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പൃഥു മഹാരാജനെ കൊണ്ട് പറഞ്ഞു. പൃഥു മഹാരാജ് അത് ചെയ്തു മുന്നോട്ട് പോയി. അങ്ങനെ അദ്ദേഹം 100 യജ്ഞം ഏകദേശം 90 കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ദ്രദേവന് കുറച്ച് സമാധാനക്കുറവായി. കാര്യം ഇദ്ദേഹം 100 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനം പോകുന്ന അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇന്ദ്രദേവൻ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. അവസാനം ഇദ്ദേഹം 99 വരെയായി. ഭഗവാന്റെ ശക്തി ആവേശ അവതാരമാണ് പൃഥു മഹാരാജ്. അദ്ദേഹത്തിന് അത് 100 ചെയ്യാനും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അങ്ങനെ 99 ആയപ്പോൾ ഇന്ദ്രദേവൻ കുതിരയെ മോഷ്ടിച്ചുകൊണ്ട്, ഓരോ യജ്ഞത്തിനും ഓരോ കുതിരയുണ്ട്, ആ കുതിരയെ മോഷ്ടിച്ചു കൊണ്ടുപോയി. 100 തയ്ക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ആദ്യം ഇന്ദ്രദേവൻ നേരിട്ട് വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി. പിന്നെ അപ്പോൾ പൃഥു മഹാരാജൻ്റെ മകൻ ചേസ് ചെയ്യുന്നു. എന്നിട്ട് കുതിരയെ തിരിച്ചു കൊണ്ടുവരുന്നു യജ്ഞത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇന്ദ്രദേവൻ വേഷം മാറി വരുന്നു, അപ്രത്യക്ഷനാവുന്നു, കുതിരയെ കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവസാനം ഇന്ദ്രദേവൻ പല വേഷങ്ങൾ കെട്ടി വരുന്നു. അവസാനം ഇന്ദ്രദേവൻ ഒരു വേഷം കെട്ടി വരുന്നുണ്ട്. ആ വേഷമാണ് കപട സന്യാസിയുടെ വേഷം. കപട സന്യാസിയുടെ വേഷം കെട്ടിയിട്ട് വന്ന് അദ്ദേഹം കുതിരയെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഒരു സന്യാസി വേഷത്തിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ, യജ്ഞത്തിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കൊടുത്തേ പറ്റൂ. അപ്പോൾ അത് അങ്ങനെ ഒരു വേഷം മാറിക്കൊണ്ട് കപട സന്യാസി എന്നുള്ള രീതിയിൽ വന്ന് ഈ കുതിരയെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൃഥു മഹാരാജന് നോ എന്ന് പറയാൻ സാധിച്ചില്ല. അപ്പോൾ അത് കൊണ്ടുപോയതിന് ശേഷമാണ് മനസ്സിലായത് ഇത് ഇന്ദ്രദേവൻ ആയിരുന്നു, അദ്ദേഹം വേഷം മാറി വന്നതാണെന്നുള്ളത്.
അങ്ങനെ ഇത് മനസ്സിലായപ്പോൾ പൃഥു മഹാരാജൻ്റെ മകൻ വീണ്ടും പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ പോയി. അപ്പോൾ ആ സമയത്ത് ഭാഗവതത്തിൽ വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അദ്ദേഹം വേഷം മാറുന്നു, ഇടയ്ക്ക് അപ്രത്യക്ഷമാവും, പിന്നെ വീണ്ടും സന്യാസി പ്രത്യക്ഷപ്പെടുന്നു, അപ്രത്യക്ഷമാവും, അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നു. അങ്ങനെ ഇത് ഈ ഒരു ഫൈറ്റ് നടക്കുന്ന ഒരു രീതിയിലാവും. ആ സമയത്ത് പിന്നീട് ബ്രഹ്മാവ് വരുന്നു. അവിടെ ബ്രഹ്മാവ് വന്നിട്ട് പറയുന്നു, നിർദ്ദേശം കൊടുക്കുന്നു. ആരോട്? പൃഥു മഹാരാജനോട് പറയുന്നു, 99 നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. 100 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എല്ലാ റിസൾട്ടും നിനക്ക് 99 കിട്ടും. ഇന്ദ്രദേവൻ മനസ്സമാധാനം ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോകുന്നു പേടിച്ച് നടക്കുവാണ്. അതുകൊണ്ട് ഇന്ദ്രദേവനെ ഒരു കോമ്പറ്റീഷൻ ആണെന്നുള്ള രീതിയിൽ ചെയ്യേണ്ട, വിട്ടേക്കൂ, നീ ഇതിവിടെ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. അവസാനം ഇന്ദ്രദേവനും മനസ്സിലായി ഞാൻ ചെയ്ത് തെറ്റാണെന്നുള്ളത്. ബിക്കോസ് അദ്ദേഹം ഇത്രയും വരിഷ്ഠനായിട്ടുള്ള ഒരു ഭക്തനായിട്ടുള്ള പൃഥു മഹാരാജൻ്റെ അടുത്ത് പൃഥു മഹാരാജ് ഇന്ദ്രദേവൻ്റെ സ്ഥാനം ആഗ്രഹിച്ചിട്ടൊന്നല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ആ ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൊരു യജ്ഞമാണ്, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ, അല്ലാതെ ആ സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല. ആ കാര്യം ബ്രഹ്മാവ് ഇന്ദ്രനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. ഇദ്ദേഹം യജ്ഞം ചെയ്തത് നിന്റെ സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല, പക്ഷെ നീ തെറ്റിദ്ധരിച്ചു, ഈ വക പരിപാടികളൊക്കെ ചെയ്തു. അപ്പോൾ എന്നിട്ട് ഇന്ദ്രദേവന് ക്ഷമ ചോദിക്കുന്നുണ്ട് പൃഥു മഹാരാജനോട്. അങ്ങനെ അത് അവിടെ കഴിയുന്നു. അപ്പോൾ അവിടെ ആ കപട സന്യാസിയായിട്ട് വരുന്ന ആ മുഹൂർത്തത്തിൽ അവിടെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് എഴുതുന്നുണ്ട്, ഈവൻ ഭാഗവത്തിൽ പറയുന്നുണ്ട്. അതായത് ഇവിടെ നിന്നാണ് ഈ കപട സന്യാസി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വന്നത്. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇപ്പോഴത്തെ കപട സന്യാസികൾ അത് ഈ പറയുന്ന ലീലയുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതേപോലുള്ള ഒരുപാട് കപട സന്യാസികൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തുണ്ട്. ഇന്ദ്രദേവൻ ഭഗവാൻ കൃഷ്ണനോട് ക്ഷമ ചോദിക്കുന്ന സമയത്ത് ഗോവർദ്ധന ലീലയുടെ സമയത്തും ക്ഷമ ചോദിക്കുന്നുണ്ടല്ലോ, മഴ പെയ്യുന്ന സമയത്ത്. ആ സമയത്തും ഇന്ദ്രദേവൻ ഓരോരോ ചെയ്തിട്ടുള്ള ഓരോ തെറ്റുകളും അപരാധങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനോട്. ആ സമയത്ത് ഈ ഒരു കാര്യവും പറയുന്നുണ്ട്, ഞാൻ കാരണം ഈ കപട സന്യാസി എന്ന് പറയുന്നൊരു കാര്യം ലോകത്തിന് ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ കാരണം, അല്ലെങ്കിൽ എൻ്റെ ഉദാഹരണം കൊണ്ട് അതുവരെ സന്യാസിമാർക്കും ആ ഒരു വേഷമുള്ളവർക്കും അത്രമാത്രം റെസ്പെക്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും കപടന്മാരും ഉണ്ടാവാം എന്നുള്ളൊരു കാര്യം ഞാൻ കാരണം വന്നു, അപ്പോൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ തെറ്റുകളും അദ്ദേഹം എടുത്തു പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഇപ്പോൾ അത് ലീലയുടെ ഭാഗം. ഇപ്പോഴത്തെ കാലത്തെ കലിയുഗത്തിൽ ഇതൊന്നും ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. പക്ഷെ എന്നാൽ അവരവരുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ഇന്ദ്രദേവൻ അത് ലീലയുടെ ഭാഗമായിട്ട് ചെയ്യുന്നു, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ഇന്ദ്രദേവൻ എന്ത് റോളും എടുക്കുന്നു. അദ്ദേഹം നല്ല ഭക്തനാണ്, അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് റോളും എടുക്കാൻ തയ്യാറാവുന്നത്, അല്ലേ? അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കും ആളുകൾ, തെറ്റിദ്ധരിച്ചോട്ടെ, കുഴപ്പമില്ല, ഭഗവാന്റെ സന്തോഷം അതാണെങ്കിൽ ഞാൻ ആ റോൾ എടുക്കാൻ തയ്യാറാണ്. അതാണ് ഇന്ദ്രദേവൻ. സോ അദ്ദേഹം നല്ലൊരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്, അദ്ദേഹത്തെ നമ്മളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നു പല പാഠങ്ങളും അതിൽ നിന്ന്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെയുള്ള ആളുകളല്ല, ഇപ്പോഴുള്ള ആൾക്കാർ ശരിക്കുള്ള കപടരാണ്. അതായത് പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള, മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാനെന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട്, ഇന്ദ്രിയ സംതൃപ്തി മാത്രം ഉദ്ദേശിച്ച് ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി ഉള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ളതിലൊന്നും വീഴാതെ നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ വീണിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. നമ്മുടെ മഹാസൗഭാഗ്യമാണ് ശരിക്കും ശ്രീല പ്രഭുപാദിൻ്റെ മഹാകാരുണ്യം കൊണ്ട് നമുക്ക് ഇങ്ങനെയൊരു സംഘത്തിലേക്ക് നമുക്ക് വരാൻ സാധിച്ചത്, കൃഷ്ണാവബോധത്തിലേക്ക്, ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലേക്ക്. ഇല്ലെങ്കിൽ പല വഴിതെറ്റാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതിലൊന്നും പെടാതെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ഇവിടെ എത്തി, അല്ലേ? അപ്പോൾ എന്നും ഭഗവാനോട് നന്ദി പറയണം, ശ്രീല പ്രഭുപാദിനോട് നന്ദി പറയണം. നമ്മുടെ ആചാര്യന്മാർ, ഗുരുജനങ്ങൾ, അവരുടെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ശരിയായിട്ടുള്ള പെർഫെക്റ്റ് ആൻഡ് ബെസ്റ്റ് ഒരു പാതയിലേക്ക്, അതായത് ശുദ്ധഭക്തിയെക്കുറിച്ച് മാത്രം അവിടെ പ്രതിപാദിക്കുന്നുള്ളൂ. ഏതെങ്കിലും ഒരു പർപ്പോട്ടിൽ, ഏതെങ്കിലും ഒരു ഭാവാർത്ഥത്തിൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ശ്രീല പ്രഭുപാദിൻ്റെ ശിഷ്യരോ നമ്മുടെ ഗുരുജനങ്ങളോ ആരെങ്കിലും ഭൗതിക സംതൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഭൗതിക ഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഭക്തിയുത സേവനം, ഭക്തി മാത്രമേ പറയുന്നുള്ളൂ. അതും സാധാരണ ഭക്തിയല്ല, അനന്യഭക്തി, ശുദ്ധഭക്തി മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഇതിൽ നിന്ന് തന്നെ കൺഫേംഡ് ആണ് ഇത് പെർഫെക്റ്റ് ആണ് എന്നുള്ളത്. കാര്യം അതാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്.
ഭാഗവതത്തിൻ്റെ സാരാംശം അത് തന്നെയാണ്, ശുദ്ധഭക്തിയാണ്. ഭഗവത്ഗീതയുടെ സാരാംശം ശുദ്ധഭക്തിയാണ്. ഇതാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്, ശീല പ്രഭുപാദും നമ്മുടെ ഗുരുജനങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം വി ആർ ഇൻ ദ റൈറ്റ് പാത്ത്, നോ ഡൗട്ട്. ഇനി അതിന് സംശയമില്ല. വേറെ ഇതിനപ്പുറത്തേക്കൊരു നല്ലതെന്ന് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തെ പുകഴ്ത്തി പറയുന്നതല്ല, പക്ഷെ സത്യമാണത്. ആ പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് പറയുന്നതല്ല, പല പ്രസ്ഥാനങ്ങളും ഉണ്ട്, അതുകൊണ്ട് മാത്രം പറയുന്നതല്ല. പക്ഷേ എന്നാലും എങ്ങനെ നമുക്കത് ശരിയാണെന്ന് മനസ്സിലാവും. ബിക്കോസ് അതിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ മെറ്റീരിയൽ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അതിനെ ഊന്നിക്കൊണ്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. അത് ഇല്ലയെന്ന് നമുക്ക് ബോധ്യപ്പെടുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് പെർഫെക്റ്റാണ്, ഇത് കറക്റ്റായിട്ടുള്ള പാതയാണെന്നുള്ളത്. അതാണ് നമ്മുടെ പ്രൂഫ്. അത് ഈ പ്രസ്ഥാനമല്ല, വേറെ ഏത് പ്രസ്ഥാനത്തിലും ഇതേപോലെ കളങ്കമില്ലാത്ത ഒരുപാട് പ്രസ്ഥാനമുണ്ട്. ഈ പ്രസ്ഥാനം മാത്രമല്ല, ഒത്തൻറ്റിക്കായിട്ട് പ്രോപ്പറായിട്ടുള്ള വേറെയും പ്രസ്ഥാനങ്ങളുണ്ട്, 100% ഉണ്ട്. ഒത്തൻറ്റിക്കായിട്ടുള്ള വേറെ സമ്പ്രദായങ്ങൾ, വൈഷ്ണവ സമ്പ്രദായങ്ങൾ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമ്പ്രദായങ്ങളൊക്കെ പൂജനീയമാണ്, ഒരു സംശയവുമില്ല. അവരുടെ വർഷിപ്പിൻ്റെ രീതി മാത്രം, ആരാധനാ രീതികൾ മാത്രമേ വ്യത്യാസമുള്ളൂ, പക്ഷേ അവരും ശുദ്ധഭക്തി തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള എല്ലാ സമ്പ്രദായങ്ങളും നമുക്ക് അംഗീകരിക്കാം, 100% നമുക്ക് റെസ്പെക്റ്റേ ഉള്ളൂ. പക്ഷേ കപട സമ്പ്രദായങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്യരുത്. അതെങ്ങനെയാണ് വരുന്നത്? അതായത് യോഗ്യതയില്ലാത്ത ഗുരു സ്ഥാനത്ത് വരുന്ന, അല്ലെങ്കിൽ ഗുരു എന്ന് പറഞ്ഞ് ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും ഉള്ളിൽ വെച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങളിൽ ഒക്കെ വന്ന് മിക്സായി ഇൻ്റർപ്രറ്റ് ചെയ്ത് അങ്ങനെ വരുമ്പോഴാണ് ഇത് ഡീവിയേറ്റ് ആയി പോകുന്നത്. ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള സമ്പ്രദായം ഹരേകൃഷ്ണ പ്രസ്ഥാനം മാത്രമല്ല, ഹരേകൃഷ്ണ പ്രസ്ഥാനം വൺ ഓഫ് ദ ഓത്തൻറ്റിക് സമ്പ്രദായമാണ്. അതേപോലെ കുറേ ഉണ്ട്, അതേതാണെങ്കിലും ഓക്കെയാണ്. പറയുന്നത് നമ്മുടെ ലിറ്റ്മസ് ടെസ്റ്റ് അതാണ്. ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ലാബിൽ ചെയ്തിട്ടുണ്ടല്ലേ. ലിറ്റ്മസ് ടെസ്റ്റ് എന്താണ്? ഇതിലെന്തെങ്കിലും ഭക്തി അല്ലാതെ കൂടുതൽ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളതാണ്. ധർമ്മപ്രോജിത്, അതായത് ധർമാർത്ഥ കാമമോക്ഷത്തെക്കുറിച്ച് ഊന്നി പറയുന്ന കാര്യങ്ങളോ എന്തെങ്കിലും നമ്മൾക്ക് ശാസ്ത്രങ്ങളിൽ പറയുന്നില്ല, ഭഗവത്ഗീതയിലും ഭാവത്തിലും പറയുന്നില്ല, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഭാവാർത്ഥത്തിലൂടെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് മരുന്ന് തരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് അതാണ്. നമ്മൾ ഏത് ഭാവാർത്ഥം എടുത്തോളൂ, ചലഞ്ച് ചെയ്യാം നമുക്ക്. എവിടെയും പറയുന്നില്ല, ശുദ്ധഭക്തിയെക്കുറിച്ച് മാത്രമേ ശീല പ്രഭുപാദജി പറയുന്നുള്ളൂ. അതാണ് ബ്യൂട്ടി. സോ അതാണ് ശുദ്ധ, അല്ലെങ്കിൽ അതാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. പ്രസ്ഥാനം ഓത്തൻറ്റിക് ആയിട്ടുള്ള ഏതാണെങ്കിലും ഓക്കെയാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണനോട് പറയുന്നു, അങ്ങനെ പലതരത്തിലുള്ള, അതായത് ഉള്ളിൽ വേറെ പുറമേ വേറെ കാണിക്കുന്ന പലവരും ഉണ്ടാവും. സോ അതിലൊന്നും നമ്മൾ വിടരുത് എന്നുള്ളത്. ഇനി കാര്യം പലതും ഇനി മുന്നോട്ട് പറയുന്നുണ്ട് ഭഗവാൻ. ഓൾറെഡി സമയമായി, അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ 7ാമത്തെ ശ്ലോകം മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ. ഇന്ത്യയിൽ ഓൾറെഡി ലേറ്റായി, ഇവിടെ 9 മണിയായി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും നന്ദി പറയുന്നു. श्रीमद् भगवद गीता की जय, जगत गुरु श्रीला प्रभुपाद की जय, समवेद गौर भक्त वृंद की जय, गौड़ीय गुरु वृंद की जय, ताई गौर प्रेमानंदे, जय जय श्री राधे श्याम. हरे कृष्ण. थैंक यू.